നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിഠായി എന്നൊക്കെ പറയാം. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ്. ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ റെസിപ്പിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ വീട്ടിൽ ഒന്നും അധികം അങ്ങനെ ഉണ്ടാക്കി വെക്കുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ പുറത്ത് പോയി ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോൾ വാങ്ങുകയും ചെയ്യും. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി കുറേ ദിവസം ഇങ്ങനെ വെക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. മെയിനായിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നത് പൊട്ടുകടല വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം എളുപ്പമാണ് ഉണ്ടാക്കാൻ, പക്ഷേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടെന്നൊക്കെ. ഇതിനായിട്ട് നമുക്ക് മെയിൻ വേണ്ടത് പൊട്ടുകടലയാണ്. അപ്പം നമ്മൾ 1 കപ്പ് പൊട്ടുകടല ഒരു പാനിലോട്ടിട്ട് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്ത് അതിൻ്റെ കളറൊക്കെ മാറൊന്നും വേണ്ട, പക്ഷേ ഫ്രൈ ആവുകയും വേണം. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ആവശ്യത്തിന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി മധുരത്തിനായിട്ട് നമ്മൾ ശർക്കര എടുത്തിട്ട് 1/4 കപ്പ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇതൊന്ന് ഉരുക്കി എടുക്കാൻ പോവാണ്. നമ്മൾ കുറച്ചൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഒരുപാട് തിക്കായി പോകാനും പാടില്ല. അപ്പോൾ അത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ നോക്കാൻ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ താഴത്തോട്ടാകുമ്പോൾ ഇങ്ങനെ ഉറ്റി വീഴും. പിന്നെ വേറെ ഒന്ന് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കൈവച്ച് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ബോൾ പോലെ അങ്ങനെ ആക്കാൻ പറ്റുന്നൊരു പരുവത്തിൽ ഇതുപോലെ ആയിട്ട് വരണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. ഇപ്പം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ലോ ടു മീഡിയത്തിലാണ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചുക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ, വളരെ കുറച്ച് മതി, 1/4 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ പൊട്ടുകടലയിൽ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചു വരണം. അപ്പോൾ ഈ ശർക്കരയുടെ ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ പൊട്ടുകടല നമ്മൾ വറുത്തെടുക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൊട്ടുകടല വറുത്തിട്ടില്ലെങ്കിൽ, ശരിയായ തരത്തിൽ വറുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ശർക്കരപ്പാനിയിലേക്ക് ചേർക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വറുത്തെടുക്കണം. നല്ലപോലെ എന്ന് പറയുമ്പോൾ ഡാർക്കായിട്ട് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ മാറുന്ന പോലെ നല്ല പറഞ്ഞത്. പക്ഷെ ഒരു അത്യാവശ്യം നല്ല പോലെ ഈ ഓരോ പൊട്ടുകടലയും ചൂടായിട്ട് തന്നെ വരണം. അതുപോലെ ഈ ശർക്കരയുടെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ, വളരെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ഈ പൊട്ടുകടല ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും, ശർക്കര തിക്കായി വരുന്നത് വരെ. അപ്പോൾ ഇതുപോലെ തന്നെ പൊട്ടുകടല പൊടിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഒരുപാട് അങ്ങ് തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹാർഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് പൊട്ടുകടലയിൽ. ഇതുപോലെ ആയിട്ടാണ് വരേണ്ടത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഒന്ന് ചൂട് തണിയണം, എന്നാലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂടങ്ങ് കുറഞ്ഞിട്ടുണ്ട്. ചൂട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. പിന്നെ ചൂട് അധികം കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ കയ്യിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി, ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചൂട് കുറവുണ്ടാവും. ചൂട് കുറവ് എന്നേ പറയുന്നുള്ളൂ, ചൂടില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ കുറച്ചെടുക്കുക, എന്നിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പം ഇതാ പൊട്ടുകടല ഉരുണ്ടയെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയൂടെ ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 16 എണ്ണം വന്നത്, ചെറുതായിട്ടാട്ടോ ഞാൻ ഉരുട്ടിയെടുത്തത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അധിക കാര്യങ്ങളൊന്നും ആവശ്യമില്ല, നമ്മൾ കുറഞ്ഞ കാര്യങ്ങളെ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.